റിപ്പോർട്ട് ബ്രേക്കിംഗ്. മുതലപ്പുഴയിലെ മണൽ സൗജന്യമായി NHAIക്ക് നൽകാൻ സർക്കാർ തീരുമാനം. NHAIയുടെ ഉപകരാർ കമ്പനിയായ RKCIPLന് ലാഭം കൊയ്യാൻ വഴിയൊരുക്കുന്നതാണ് നടപടി. മുൻ സർക്കാർ ഒരു ലോഡിന് 1389 രൂപ നിരക്കിൽ നൽകാൻ തീരുമാനിച്ച മണലാണ് സൗജന്യമായി നൽകുന്നത്. പഴയ ഉത്തരവ് മറികടന്ന UDF സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കി. സർക്കാരിനോ ഹാർബർ വകുപ്പിനോ യാതൊരു ഫീസും നൽകേണ്ടതില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. NHAI സ്വന്തം ചെലവിൽ മണൽ ഡ്രഡ്ജ് ചെയ്യണമെന്നും പരിസ്ഥിതി അനുമതി NHAI തന്നെ നേടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, സർക്കാരൊക്കെ മാറുമ്പോൾ തീരുമാനങ്ങളൊക്കെ മാറും, ശരി തന്നെ. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ ഒരു തീരുമാനം? എല്ലാം അങ്ങ് സൗജന്യമായി കൊടുക്കാമെന്നോ? മണൽ സൗജന്യമായി നൽകുന്നത് എങ്ങനെയാണ്? അതിനൊരു തുക ഈടാക്കുക എന്നുള്ളതല്ലേ ന്യായമായ ഒരു കാര്യം? റോഷ്നി, ഈ ഉത്തരവ് തന്നെ വലിയൊരു അത്ഭുതം തോന്നുന്നു. കാരണം മുൻ സർക്കാർ അന്നത്തെ NHAIക്ക് തന്നെ NHAIയുടെ ഉപകരാർ കമ്പനിയായിട്ടുള്ള RKCIPLന് 1389 രൂപയ്ക്കാണ് ഈ മണൽ ഒരു ലോഡിന് നൽകിയിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ദിവസം മുതലപ്പുഴയിൽ നിന്നും 15-20 വരുന്ന ലോഡ് മണൽ അവിടെ നിന്നും കൊണ്ടുപോകാനായിട്ട് NHAIക്ക് സാധിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെ സൗജന്യമായിട്ട് ഒരു ഉത്തരവ് വരുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള സർക്കാരും ഫിഷറീസ് വകുപ്പും ഈ NHAIയുടെ ഉപകരാർ കമ്പനിക്ക് സൗജന്യമായി നൽകിയതിന്റെ അടിസ്ഥാനം ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നിലവിൽ മുതലപ്പുഴയിൽ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അടിയന്തരമായിട്ട് അവിടുന്ന് മണൽ നീക്കണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ അവിടെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റ് ലത്തീൻ അതിരൂപത അടക്കമുള്ളവർ മുന്നോട്ട് വന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഫിഷറീസ് വകുപ്പ് വളരെ വേഗത്തിൽ നടപടിയെടുത്തു. പക്ഷേ ഉത്തരവ് വന്നപ്പോൾ ഇപ്പോൾ നിലവിൽ ഹാർബർ വകുപ്പിനോ സർക്കാരിനോ യാതൊരുവിധ പൈസയും അല്ലെങ്കിൽ ഫീസും നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഉത്തരവിൽ എടുത്തു സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, അവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുമ്പോൾ ജിയോളജി വകുപ്പിന്റെയും പരിസ്ഥിതി വകുപ്പുകളുടെയും ബന്ധപ്പെട്ട അധികൃതരുടെ അനുമതി നേടിയെടുക്കണം. സ്വന്തം ചെലവിൽ തന്നെ ഡ്രഡ്ജ് ചെയ്യണമെന്നുള്ളതാണ്. നേരത്തെ ഡ്രഡ്ജ് ചെയ്ത മണൽ ഇതുവരെയും NHAI അവിടെ നിന്ന് നീക്കം ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ നിരവധി തവണ ഡ്രഡ്ജ് ചെയ്തിരുന്നു. ചന്ദ്രഗിരി ഡ്രഡ്ജറിനെ കൊണ്ടുവന്നാണ് അവിടെ മണൽ ഡ്രഡ്ജ് ചെയ്തത്. ആ മണൽ സ്വാഭാവികമായിട്ടും കടമ്പാട്ടുകുണം കഴക്കൂട്ടം ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് NHAIക്ക് അന്ന് നൽകാനായിട്ട് തീരുമാനിച്ചത്. അത് തന്നെ നിലവിലെ സർക്കാരും തീരുമാനിക്കുന്നു. കടമ്പാട്ടുകുണം കഴക്കൂട്ടം ദേശീയപാത നിർമ്മാണത്തിന് മാത്രമായിരിക്കണം ഈ മണൽ ഉപയോഗിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ തീരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ മണൽ പൂർണ്ണമായിട്ടും സൗജന്യമായി നൽകാനായിട്ടുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളും ചോദിച്ചു തുടങ്ങി. കാരണം ഈ മണൽ ഒരിക്കലും ദേശീയപാത നിർമ്മാണത്തിന് നൽകാൻ പാടില്ല. തൊട്ടടുത്തുള്ള താഴമ്പള്ളി അതുപോലെ തന്നെ ഈ അഞ്ചുതെങ്ങ് ഭാഗങ്ങൾ തീരം കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി കായലും കടലും ചേരാൻ ഇനി കുറച്ച് മണ്ണ് മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ ഈ മണൽ നിക്ഷേപിക്കണമെന്ന് അന്ന് തന്നെ സഭയും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളും മുന്നോട്ട് വെച്ചതാണ്. അങ്ങനെയാണ് അന്ന് 1389 രൂപയ്ക്ക് മണൽ കൊടുക്കാനായിട്ട് തീരുമാനിച്ചെങ്കിലും സർക്കാരിന് അത് നൽകാൻ പിന്നീട് കഴിഞ്ഞില്ല. കാരണം അതിലൊരു അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടതിന് പിന്നാലെയാണ് NHAIക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിൽ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിന് തന്നെ പ്രതിമാസം 6 ലക്ഷം രൂപയാണ് വാടക ഇനത്തിൽ നൽകാനുള്ളത്. അതുപോലും നൽകാൻ കഴിയാത്ത ഒരു സർക്കാർ ഇപ്പോൾ NHAIയുടെ ഉപകരാർ കമ്പനിക്ക് ഇപ്പോൾ മണൽ സൗജന്യമായി നൽകുന്നു. ഇതിന്റെ ലക്ഷങ്ങൾ ലാഭം കൊയ്യുന്നത് NHAIയോ അല്ലെങ്കിൽ സർക്കാരോ അല്ല, ഇതിന്റെ ഉപകരാർ കമ്പനിയായിട്ടുള്ള RKCIPL എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിക്കാണ് ഈ പണത്തിന്റെ ലാഭം ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ തീരം ഇപ്പോൾ കവർന്നെടുക്കുമ്പോൾ അല്ലെങ്കിൽ തീരശോഷണം ഉണ്ടാകുമ്പോൾ പോലും അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പോലും പരിഹരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അവിടെ പൊലിയുന്ന ഓരോ ജീവനും മറുപടിയില്ലാത്ത ഒരു സർക്കാർ. കൃത്യസമയത്ത് പോലും അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ച അപകടത്തിൽ പോലും വലിയ വീഴ്ച ഈ സംസ്ഥാന സർക്കാരിനും ഫിഷറീസ് വകുപ്പിനും സംഭവിച്ചിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അവിടെയാണ് ഇപ്പോൾ മണൽ നീക്കം ചെയ്യാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ പോലും അതിലും മത്സ്യത്തൊഴിലാളികളെ കൈവിടുന്ന ഒരു സമീപനമാണ് നിലവിൽ ഫിഷറീസ് വകുപ്പ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായിട്ടാണ് 177 കോടി രൂപയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. മൺസൂൺ പ്രമാണിച്ചാണ് ഇപ്പോൾ ഈ പദ്ധതി നിലച്ച് ഇപ്പോൾ 3-4 മാസങ്ങൾ പിന്നിടുന്നു. സെപ്റ്റംബർ ആദ്യവാരം വീണ്ടും ഈ പദ്ധതി പുനരാരംഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ പൂനെയിൽ നിന്നുള്ള ഈ റിസർച്ച് സയന്റിസ്റ്റിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് വീണ്ടും ഒരു പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും വീണ്ടും മുതലപ്പുഴയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. എന്തായാലും ഈ നിലവിലുള്ള ഉത്തരവിൽ കടുത്ത പ്രതിഷേധമാണ് റോഷ്നി മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. ശരിയാണ് അരുൺ സോളമൻ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾ എത്രയോ വലിയ വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്കൊപ്പം എത്രത്തോളം ഈ ഭരണകൂടം ആദ്യം ഓടിയെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ സമീപ ദിവസങ്ങളിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോഴും മറക്കാതെ നമ്മൾ ചർച്ച ചെയ്യുന്നതുമാണ്. അപ്പോഴാണ് ആ മത്സ്യത്തൊഴിലാളികളുടെ തീരത്തുള്ള മണൽ
സൗജന്യമായി അങ്ങ് നൽകുന്നത്. ഒരു കാശും അപ്പോൾ സർക്കാരിന് ആവശ്യമില്ല. ആലോചിച്ച് നോക്കണേ, സർക്കാർ സാമ്പത്തികമായി ഇപ്പോൾ ഏത് സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൂടി ഘടകമാണ്.